മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭീഷ്മ ശപഥം ചെയ്ത ഗംഗാദത്തൻ ഭീഷ്മൻ സത്യവതിയുടെ ആവശ്യം നിരസിച്ചപ്പോൾ സത്യവതീപുത്രനായ വ്യാസൻ വിചിത്രവീരൻ്റെ പത്നിമാരായ അംബികയിൽ ധൃതരാഷ്ട്രനെയും അംബാലികയിൽ പാണ്ഡുവിനെയും അംബികയുടെ തോഴിയിൽ വിതുരനെയും ജനിപ്പിച്ചു. ഈ 3 കുമാരന്മാരെയും വളർത്തി യോഗ്യന്മാരാക്കിയത് ഭീഷ്മരാണ്. അവർ യൗവനത്തിലെത്തിയപ്പോൾ അവരുടെ വിവാഹം നടത്താൻ മുൻകൈയെടുത്തതും ഭീഷ്മരാണ്. ഭീഷ്മരുടെ ആജ്ഞ അനുസരിച്ച് ഗാന്ധാരദേശത്തെ സുബലന്റെ പുത്രിയായ ഗാന്ധാരിയെ സഹോദരൻ ശകുനിക്കൊപ്പം ഹസ്തിനാപുരിയിലേക്ക് അയച്ചു. സുബലപുത്രിയായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രൻ വിവാഹം ചെയ്തു. ജന്മന അന്ധനായതിനാൽ ധൃതരാഷ്ട്രന് രാജ്യാവകാശം ഉണ്ടായില്ല, രാജാവാകാൻ കഴിഞ്ഞില്ല. ദാസിയുടെ പുത്രനാകയാൽ വിതുരനും രാജയോഗമുണ്ടായില്ല. അംബാലികയുടെ പുത്രനായ പാണ്ഡുവിനെ ഭീഷ്മൻ രാജാവാക്കി അഭിഷേകം ചെയ്തു. കുന്തിഭോജന്റെ പുത്രിയായ കുന്തിയെ പാണ്ഡുവിന് വധുവായി കിട്ടിയാൽ കൊള്ളാമെന്ന് ഭീഷ്മന്റെ മനസ്സിൽ ആഗ്രഹമുദിച്ചു. വസുദേവന്റെ അച്ഛനായ ശൂരസേനൻ എന്ന യാദവന്റെ പുത്രിയാണ് പൃഥ. അവൾ സുന്ദരിയായിരുന്നു. ശൂരസേനന്റെ അച്ഛൻ പെങ്ങളുടെ മകനാണ് കുന്തിഭോജൻ. അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. സന്താനങ്ങളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഇതറിഞ്ഞ് മനസ്സലിഞ്ഞ ശൂരസേനൻ കുന്തിഭോജനോട് പറഞ്ഞു, ഭവാൻ ദുഃഖിക്കണ്ട. എനിക്ക് ആദ്യമായി പിറക്കുന്ന സന്താനം ആണായാലും പെണ്ണായാലും ഭവാന് തരുന്നതാണ്. ഈ വാക്കനുസരിച്ച് ശൂരസേനന് ആദ്യമായി പിറന്ന മകളെ പൃഥയെ കുന്തിഭോജന് നൽകി. അവൾ യാദവ കൊട്ടാരം വിട്ട് കുന്തിഭോജന്റെ അന്തഃപുര മാളികയിലേക്ക് പറിച്ചു നടപ്പെട്ടു. അതിസുന്ദരിയായി വളർന്ന അവൾ എല്ലാവരുടെയും ഇഷ്ടത്തെ പിടിച്ചുപറ്റി. അവളുടെ സ്വഭാവ ഗുണം കൊണ്ട് രാജസഭയിലെത്തുന്ന താപസന്മാരെ പരിചരിക്കുന്നതിനുള്ള ചുമതല കുന്തിഭോജൻ പലപ്പോഴും അവൾക്ക് നൽകി. ഒരിക്കൽ ദുർവാസാഹു മഹർഷി കുന്തിഭോജന്റെ കൊട്ടാരത്തിലെത്തി. ഉഗ്രകോപിഷ്ഠനായ ദുർവാസാവിനെ തൃപ്തിപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിസാര തെറ്റുകൾ പോലും അദ്ദേഹം ക്ഷമിച്ചിരുന്നില്ല. ദുശാഠ്യക്കാരനായ ഈ മുനിയെ പരിചരിക്കാൻ കുന്തിഭോജൻ തൻ്റെ വളർത്തുമകളായ കുന്തി എന്ന പൃഥയെ ആണ് ഏൽപ്പിച്ചത്. കുന്തി ആദരവോടെ ദുർവാസാവിനെ പരിചരിച്ചു. മാസങ്ങളോളം അദ്ദേഹം കുന്തിഭോജന്റെ രാജധാനിയിൽ പ്രത്യേകമായി ഉണ്ടാക്കിയ ആശ്രമത്തിൽ താമസിച്ചു. കുന്തിയുടെ ഭക്തിയിലും അർപ്പണബോധത്തിലും അർപ്പണ മനോഭാവത്തിലും സംതൃപ്തനായ ദുർവാസാവ് മഹർഷി അവളെ അനുഗ്രഹിച്ചു. മകളെ, നിനക്ക് ഞാനൊരു മന്ത്രം ഉപദേശിച്ചു തരാം. ഈ മന്ത്രം ജപിച്ച് ഏതു ദേവനെ നീ ആവാഹിക്കുന്നുവോ ആ ദേവൻ നിന്റെ അധീനതയിൽ വരും. നിനക്ക് ഒരു പുത്രനുണ്ടാവുകയും ചെയ്യും. ഇപ്രകാരം പൃഥയെ അനുഗ്രഹിച്ചിട്ട് ദുർവാസാവ് കൊട്ടാരം വിട്ടുപോയി. ആ ആഭിചാര മന്ത്രത്തിൽ കുന്തിക്ക് കൗതുകം തോന്നി. ബാലസഹജമായ മനസ്സിലെ ചാഞ്ചല്യം അവളെ വേട്ടയാടി. അവൾക്ക് മാത്രമായി അനുവദിച്ചു കൊടുത്ത കൊട്ടാരത്തിൽ അവൾ കൗതുകത്തോടെ ആകാംക്ഷയോടെ സപ്രപഞ്ചത്തിൽ ഇരുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിൽ കടന്നു വന്ന ദേവൻ സൂര്യനായിരുന്നു. വരും വരായികയെപ്പറ്റി ചിന്തിക്കാൻ തക്ക പക്വതയില്ലാത്ത ആ പ്രായത്തിൽ സൂര്യദേവനെ ധ്യാനിച്ച് അവൾ ആ ആഭിചാര മന്ത്രം ചൊല്ലി. ഉടനെ തന്നെ
ലോകഭാവനനായ സൂര്യദേവൻ അവളുടെ ശയനമുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ ജ്വലിക്കുന്ന സൂര്യനെ കണ്ട് വിസ്മയിച്ചു. പുഞ്ചിരിയോടെ ദേവൻ പറഞ്ഞു, സുന്ദരി, ഞാനിതാ എത്തിയിരിക്കുന്നു. ഞാൻ എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിച്ചാലും. അവൾക്ക് എന്തു പറയണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ. ശരീരമാകെ സംഭ്രമം കൊണ്ട് മൂടി. ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൾക്ക് തൻ്റെ അന്തഃപുരത്തിലെത്തിയ ദേവനോട് മറുപടി പറയാതിരിക്കാനും കഴിയില്ല. വിറയ്ക്കുന്ന അധരത്തോടെ അവൾ പറഞ്ഞു, ഭഗവാനേ, ഉഗ്രകോപിഷ്ഠനായ ദുർവാസാവ് മഹർഷി എനിക്ക് ഒരു മന്ത്രവും വരവും തന്നു. എൻ്റെ വിവരക്കേട് കൊണ്ട് ഞാൻ അങ്ങയെ ധ്യാനിച്ച് മന്ത്രം ചൊല്ലിയപ്പോഴാണ് അങ്ങ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങ് എൻ്റെ തെറ്റ് പൊറുക്കണേ. ദയവായി അങ്ങ് ഈ അന്തഃപുരത്തിൽ നിന്ന് ഉടനെ പോകാൻ കനിവുണ്ടാകണം. ഞാൻ തലകുനിച്ച് അപേക്ഷിക്കുകയാണ്. അവിവേകം കൊണ്ട് ചെയ്തു പോയ തെറ്റ് അങ്ങ് പൊറുക്കണം. സ്ത്രീകൾ കുറ്റം ചെയ്താലും രക്ഷിക്കപ്പെടേണ്ടവരല്ലേ? സൂര്യദേവൻ അവൾ പറയുന്നത് കേട്ട് ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു, ദുർവാസാവ് വരം നൽകിയതൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഭയപ്പെടേണ്ട. എൻ്റെ ദർശനം അമോഘമാണ്. സന്തോഷത്തോടുകൂടി നീ എന്നിൽ ചേരുക. എൻ്റെ വരവ് നിഷ്ഫലമാകുവാൻ പാടില്ല. വിശേഷിച്ചും നീ എന്നെ വിളിച്ചു വരുത്തിയതാണ്. അത് പാഴായിപ്പോയാൽ നിനക്ക് ദോഷമാണ് ഉണ്ടാവുക. നീ ഒട്ടും ഭയക്കേണ്ട. അവൾ പറഞ്ഞു, ഭഗവാനേ, ഞാൻ ഒരു കന്യകയല്ലേ? വിവാഹപ്രായം ആയിട്ടുമില്ല. ഞാൻ പേരുദോഷമുണ്ടാക്കിയാൽ എൻ്റെ വളർത്തച്ഛന് പേരുദോഷമുണ്ടാകും. വളർത്തുദോഷം കൊണ്ട് മകൾ പിഴച്ചുപോയെന്ന് നാട്ടുകാർ അച്ഛനെ കുറ്റപ്പെടുത്തും. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അപമാനിതയാകും. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിച്ച് അങ്ങ് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ പിന്മാറാവാനാവാതെ സൂര്യദേവൻ പറഞ്ഞു, ഹേ രാജപുത്രി, എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് യാതൊരു കുഴപ്പവും വരില്ല. നിന്റെ കന്യകാത്വം നിനക്ക് നഷ്ടമാവുകയില്ല. സൂര്യദേവൻ അവളെ ഗാഠം പുണർന്നു തലോടി. പൃഥ്വിയുമായി സംഗമിച്ച ശേഷം സൂര്യദേവൻ അവിടെ നിന്നും മറഞ്ഞു. കുന്തി ഗർഭിണിയായിരിക്കുന്നു. അവൾ എന്തു ചെയ്യും? ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ അത് അച്ഛൻ്റെ ചെവിയിലെത്തും. ഒരുപക്ഷേ തന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയേക്കും. ചിന്തിച്ച് മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട കുന്തി തൻ്റെ ഏറ്റവും വിശ്വസ്തയായ തോഴിയോട് ഈ വിവരം പറഞ്ഞു. ആ ധാത്രിയുടെ സാന്ത്വന വാക്കുകൾ കുന്തിക്ക് ആശ്വാസം നൽകി. മാസം തികയുന്നതുവരെ ആരും അറിയാത്ത വിധത്തിൽ അന്തഃപുരത്തിൻ്റെ ഒളിയിടങ്ങളിൽ കുന്തി കഴിച്ചുകൂട്ടി. ഒടുവിൽ അവൾ ഒരു കുമാരനെ പ്രസവിച്ചു. അതികോമളനായ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നതായിരുന്നു. കാതിൽ സ്വർണ്ണക്കുണ്ടലങ്ങൾ, ശരീരമാസകലം സ്വർണ്ണനിറത്തോടു കൂടിയ കവചം. കുന്തി ആ കുമാരനെ കണ്ട് അതിശയത്തോടും വാത്സല്യത്തോടും വാരിപ്പുണർന്നു. അവൾ തേങ്ങിക്കരഞ്ഞു. ഈ കുഞ്ഞ് അന്തഃപുരത്തിൽ വളർന്നാൽ പിഴച്ചു പെറ്റവളെന്ന പേര് വരും. പക്ഷേ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനും കഴിയുന്നില്ല. അവളുടെ തോഴി കുന്തിയെ സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി. ബന്ധുക്കളുടെ പരിഹാസം, അപമാനം ഒക്കെ സംഭവിക്കുമെന്ന് കുന്തിയും മനസ്സിലാക്കി. ഒടുവിൽ ധാത്രിയുടെ നിർദ്ദേശപ്രകാരം ആ കോമളകുമാരനെ പട്ടുവിരിച്ച ഒരു തടിപ്പെട്ടിയിലാക്കി അർദ്ധരാത്രിയായപ്പോൾ അശ്വനദിയിലെ കുഞ്ഞോളങ്ങളിൽ തള്ളിവിട്ടു. അശ്വിനി നദിയിലെ ഒഴുക്കിൽപ്പെട്ട് ഗംഗയിൽ ആ കുഞ്ഞ് എത്തിച്ചേർന്നു. ഹസ്തിനാപുരിയിലെ സൂതനായ അതിരഥന് വെള്ളത്തിൽ ഒഴുകിവരുന്ന പേടകം കിട്ടി. അതിൽ കവചകുണ്ടലധാരിയായ ഒരു കുമാരനെ കണ്ടു. പുത്രന്മാരില്ലാതെ വിഷമിച്ചിരുന്ന അയാൾക്ക് സന്തോഷമായി. ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യ രാധയ്ക്ക് കൊടുത്തു. കവചകുണ്ടലങ്ങൾ ഉള്ളതിനാൽ
അവർ അവന് വസുഷേണൻ എന്ന് പേരിട്ടു. അവൻ പിന്നീട് കർണൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഇങ്ങനെ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം മാത്രമാണ് കുന്തി അന്തഃപുരം വിട്ട് പുറത്തു വന്നത്. താൻ വെള്ളത്തിൽ ഒഴുക്കിവിട്ട ഓമനപുത്രൻ്റെ വേർപാട് കുറച്ചു കാലത്തേക്ക് അവളിൽ തങ്ങി നിന്നു. പിന്നെ ക്രമേണ അവളിലെ ഉത്സാഹം പഴയപടിയായി. കൂടുതൽ സൗന്ദര്യവതിയായി അവൾ കാണപ്പെട്ടു. ആരെയും ആകർഷിക്കുന്ന രൂപലാവണ്യം അവളിൽ നിറഞ്ഞു നിന്നു. അവളുടെ പേരും പെരുമയും എങ്ങും വ്യാപിച്ചു. കുന്തിഭോജൻ മകൾക്ക് സ്വയംവരം നിശ്ചയിച്ചു. രാജാക്കന്മാർക്കൊക്കെ ക്ഷണക്കത്തുകൾ അയച്ചു. ഹസ്തനാപുരിക്കും ക്ഷണമുണ്ടായി. സ്വയംവര ദിവസം വന്നെത്തി. സർവാലങ്കാര ഭൂഷണന്മാരായി ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാർ സ്വയംവര മണ്ഡപത്തിൽ നിരന്നു നിന്നു. കൂട്ടത്തിൽ ഹസ്തനാപുരിയുടെ യുവരാജൻ പാണ്ഡുവും ഉണ്ടായിരുന്നു. വിശ്വസ്തയായ ധാത്രിക്കൊപ്പം കുന്തി വർണ്ണമാല്യവുമായി രാജാക്കന്മാരെ ഒന്നൊന്നായി വീക്ഷിച്ച് മന്ദം മന്ദം നടന്നു. പെട്ടെന്ന് കുന്തി ഗാംഭീര്യത്തോടെ നിൽക്കുന്ന പാണ്ഡുവിനെ കണ്ടു. രാജമധ്യത്തിൽ ഇന്ദ്രനെപ്പോലെയാണ് പാണ്ഡു ശോഭിച്ചു നിന്നത്. അവൻ്റെ പാണ്ഡൂരവർണ്ണം കുന്തിയെ കൗതുകമുണ്ടാക്കി. അവളുടെ മനസ്സിൽ പാണ്ഡുവിനോട് ആകർഷണം തോന്നി. ത്രസിക്കുന്ന ഹൃദയമിടിപ്പോടെ കുന്തി മന്ദം മന്ദം പാണ്ഡുവിൻ്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തി. ഇത് കണ്ട് നിരാശരായ മറ്റു രാജാക്കന്മാർ സ്വയംവര മണ്ഡപം വിട്ട് പോയി. പിന്നീട് നടന്ന വിവാഹ കർമ്മത്തിൽ കുന്തിയെ പാണ്ഡു വിവാഹമാല്യം ചാർത്തി സ്വീകരിച്ചു. കുന്തിഭോജൻ വിവാഹം ആർഭാടപൂർവമാക്കി. അദ്ദേഹം ധാരാളം ധനം വാരിക്കോരി സമ്മാനമായി കൊടുത്തു. ഹസ്തിനാപുരിയുടെ അന്തസ്സിനൊക്കുന്ന വിധം പിന്നെ ധനം നൽകിയാണ് വധുവിനെ കുന്തിഭോജൻ ഹസ്തിനാപുരിയിലേക്ക് അയച്ചത്. ഒരു വിവാഹം മാത്രം പാണ്ഡുവിന് പോരാ എന്ന് ഭീഷ്മന് തോന്നി. അതിനുവേണ്ട സംഗതികൾ ആലോചിക്കുന്നതിനിടയിൽ മാദ്രരാജാവിൻ്റെ രാജ്യത്തേക്ക് ഭീഷ്മൻ ചതുരംഗപ്പടയോടുകൂടി ചെന്നു. ഭീഷ്മൻ വന്നതറിഞ്ഞ് ആ ബാൽഹീക രാജാവ് വേണ്ട ആദരവോടെ ഭീഷ്മനെ സ്വീകരിച്ചിരുത്തി. പിന്നീട് ഭീഷ്മന്റെ വരവിൻ്റെ ഉദ്ദേശമെന്താണെന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ ഭീഷ്മൻ പറഞ്ഞു, ഹേ രാജാവേ, കന്യകാർത്ഥിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭവാന്റെ ഗൃഹത്തിലെ മാദ്രി പേരുകേട്ടവളാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഭവാന്റെ സഹോദരിയായ അവളെ ഞാൻ പാണ്ഡുവിന് വേണ്ടി വരിക്കുന്നു. ഞങ്ങളുടെ അന്തസ്സിനൊത്ത കുലമഹിമ ഭവാനുണ്ട്. ഞങ്ങൾ അങ്ങേക്കും അപ്രകാരം തന്നെയല്ലേ? ഹേ മദ്രേശ, ഭവാൻ ഞങ്ങളുടെ ആവശ്യം നിറവേറ്റിയാലും. അപ്പോൾ മദ്രരാജാവ് പറഞ്ഞു, നിങ്ങളെക്കാൾ യോജിച്ച ഒരു ബന്ധം എങ്ങും കിട്ടുകയില്ല. അത് തീർച്ചയാണ്. ഈ വംശത്തിൽ കാരണവന്മാർ പണ്ടേ നടപ്പാക്കിയിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് ഭവാൻ അറിയാമല്ലോ. അത് നല്ലതോ ചീത്തയോ എന്ന് ചിന്തിക്കുന്നില്ല. കീഴ്നടപ്പ് മാറ്റുവാൻ മനസ്സു വരുന്നില്ല. കന്യകയ്ക്ക് പകരമായി ഇന്നത് തരണം എന്നാവശ്യപ്പെടുന്നില്ല. ഇത് ഞങ്ങളുടെ വംശധർമ്മമാണ്. അതുകൊണ്ട് തുറന്ന് മറ്റൊന്നും ഭവാനോട് പറയുന്നില്ല. എങ്ങും തൊടാതെയുള്ള മദ്രരാജാവ് ശല്യരുടെ വാക്കുകൾ കേട്ട് ഭീഷ്മൻ പറഞ്ഞു, വിധി തന്നെ വിധിച്ച മുഖ്യമായ ധർമ്മമാണിത്. ഇതിന് കുഴപ്പമൊന്നുമില്ല. പണ്ടേയുള്ള നടപടിയുമാണല്ലോ. അല്ലയോ ശല്യ, അങ്ങയുടെ സാധുമര്യാദ ഞാൻ മുൻപേ അറിഞ്ഞിരിക്കുന്നവനാണ്. കുലാചാരം നിന്ദ്യമായാലും ഉപേക്ഷിച്ചുകൂടാത്തതാണ് എന്നു പറഞ്ഞ് ഭീഷ്മൻ കട്ടി സ്വർണവും വിചിത്ര ശില്പവേലകൾ ചെയ്ത സ്വർണ്ണാഭരണങ്ങളും മറ്റും പലതരത്തിലുള്ള രത്നങ്ങളും വേണ്ടുവോളം ശല്യർക്ക് നൽകി. പിന്നെ ആന, കുതിര, രഥം എന്നീ സമ്പത്തുകളും വസ്ത്രാലങ്കാര ജാലങ്ങളും മണികളും പവിഴങ്ങളും മുതലായവയും കൊടുത്തു. സന്തോഷത്തോടെ ആ ധനമെല്ലാം ശല്യൻ ഏറ്റുവാങ്ങി. തൻ്റെ സഹോദരിയെ വസ്ത്രാലങ്കാര ഭൂഷിതയാക്കി ആ കൗരവേന്ദ്രനെ ഏൽപ്പിച്ചു.
പിന്നെ ഭീഷ്മർ മാദ്രിയെയും കൊണ്ട് അവിടെ നിന്നും യാത്രയായി ഹസ്തിനാപുരിയിൽ എത്തിച്ചേർന്നു. ശുഭമായ മുഹൂർത്തത്തിൽ പാണ്ഡു മാദ്രിയെയും വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് പാണ്ഡു മാദ്രിയെ മറ്റൊരു കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. 2 ഭാര്യമാരോടും കൂടി പാണ്ഡു ധർമാനുസരണം കാമാനുഭൂതികൾ അനുഭവിച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. ഭീഷ്മന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡു ദിഗ്വിജയത്തിനായി എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകളോടെ പടയോടുകൂടി ഹസ്തിനാപുരിയിൽ നിന്നും പുറപ്പെട്ടു. ഹൃഷ്ടവും പുഷ്ടവുമായ ബലത്തോടുകൂടി കൗരവന്മാർക്ക് കീർത്തി വർദ്ധിപ്പിക്കുന്ന ആ കുരുനന്ദനൻ ശത്രുക്കളോടൊക്കെ ഏറ്റുമുട്ടി. ആദ്യമായി പാണ്ഡു ഏറ്റുമുട്ടിയത് മുൻ ശത്രുക്കളായ ദശാർണ രാജ്യത്തോടാണ്. യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ചു. പിന്നെ മഗധയിലെത്തി. ദീർഘൻ എന്ന മഗധ രാജാവ് പല രാജാക്കന്മാരെയും ദ്രോഹിച്ചിരുന്നു. ഒരു ദുഷ്ടനായ രാജാവായിരുന്നു അയാൾ. അവൻ്റെ പട്ടണത്തിൽ പ്രവേശിച്ച പാണ്ഡു അവനെ പുരത്തിൽ വെച്ച് തന്നെ യുദ്ധത്തിൽ കൊന്നുകളഞ്ഞു. അവിടുന്നുള്ള ധാരാളം ധനം ശേഖരിച്ച് പിന്നീട് മിഥിലയിലേക്കാണ് പോയത്. അവിടുത്തെ വിദേഹനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. കാശി, സുഹ്മം, പുണ്ട്രം എന്നീ നാടുകളിലും പാണ്ഡു കയ്യൂക്കുകൊണ്ട് തൻ്റെ ശക്തി തെളിയിച്ചു. പെരുമ്പടയുമൊത്തുള്ള പാണ്ഡുവിനെ തടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവരെല്ലാവരും പരാജയം സമ്മതിച്ചു. പിന്നീടവർ പാണ്ഡുവിൻ്റെ സാമന്തന്മാരായി മാറി. ഇന്ദ്രതുല്യ പ്രതാപവാനായി തീർന്ന പാണ്ഡുവിനെ രാജാക്കന്മാരെല്ലാം പുകഴ്ത്തുകയും അവന് കീഴടങ്ങി ജീവിക്കുകയും ചെയ്തു. അങ്ങനെ പാണ്ഡു ധാരാളം സമ്പത്തും രാജ്യവും യുദ്ധത്തിൽ ഹസ്തിനാപുരിയോട് കൂട്ടിച്ചേർത്തു. രാജേന്ദ്രന്മാരായ ശാന്തനു, ഭരതൻ എന്നിവരുടെ വളർന്നു നിൽക്കുന്ന കീർത്തിയെ വീണ്ടും വർദ്ധിപ്പിക്കാൻ പാണ്ഡുവിൻ്റെ വീരപ്രവൃത്തികൾ ഉപകരിച്ചു. ദിഗ്വിജയം കഴിഞ്ഞെത്തിയ പാണ്ഡുവിനെ പൗരവന്മാർ, ജനപദന്മാർ, ഭീഷ്മാദികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പല വാഹനങ്ങളിൽ കയറ്റിയെത്തുന്ന രത്നസമുച്ചയം, ആന, കുതിര, രഥാദികൾ, പശുക്കൾ, ഒട്ടകങ്ങൾ, ആടുകൾ ഇവയ്ക്കൊന്നും ഒരു അവസാനവും ഭീഷ്മൻ തുടങ്ങിയ കൗരവന്മാർ കണ്ടില്ല. പുരങ്ങളും രാഷ്ട്രങ്ങളും കീഴടക്കി തിരിച്ചെത്തിയ പുത്രനെ തഴുകി ഭീഷ്മൻ ആനന്ദക്കണ്ണീർ വാർത്തുനിന്നു. ഉച്ചത്തിൽ പെരുമ്പറയടിച്ചു. ശംഖനാദം മുഴക്കിയും പൗരന്മാർ ഹർഷാരവമുണ്ടാക്കി. അങ്ങനെ പാണ്ഡുവിനെ ഹസ്തിനാപുരിയിൽ സ്വീകരിക്കപ്പെട്ടു. കയ്യൂക്കുകൊണ്ടു നേടിയ സമ്പത്ത് ധൃതരാഷ്ട്രൻ്റെയും കൂടി നിർദ്ദേശം കേട്ട് പാണ്ഡു ഭീഷ്മർക്കും സത്യവതിക്കും വിതുരനും മറ്റു സുഹൃത്തുക്കൾക്കും അവരവരുടെ നിലയനുസരിച്ച് വീതിച്ചു നൽകി. തൻ്റെ അമ്മയായ അംബാലികയ്ക്ക് വേണ്ടുന്ന സമ്പത്തും കാഴ്ചവെച്ച് പാണ്ഡു തൃപ്തനായി. അത് കഴിഞ്ഞ് അശ്വമേധയാഗത്തിനൊക്കുന്ന പല യാഗങ്ങളും പാണ്ഡു നടത്തി. ഭാര്യമാരോടൊത്ത് പലർക്കും ധാരാളം ദക്ഷിണയും കൊടുത്തു. പിന്നെ കാട്ടിൽ പോകണമെന്ന് പാണ്ഡുവിന് ആഗ്രഹമുണ്ടായി. അവനോടൊത്ത് കാട്ടിൽ പോകാൻ കുന്തിയും മാദ്രിയും ആഗ്രഹം പ്രകടിപ്പിച്ചു. ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്കേ കുന്നിൻ ചരിവിലും മഹാവനങ്ങളിലും ആ മൃഗയാസംഘം താമസിച്ചു. 2 പിടിയാനകൾക്കൊപ്പം നടക്കുന്ന കൊമ്പനാനയെപ്പോലെയാണ് പാണ്ഡുവിനെ കാണപ്പെട്ടത്. കാട്ടിലുള്ളവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ധൃതരാഷ്ട്രൻ സേവകർ മുഖേന എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇക്കാലത്തു തന്നെയാണ് ഭീഷ്മൻ വിതുരൻ്റെ വിവാഹവും നടത്തിയത്. ദേവകൻ എന്ന രാജാവിന് ശൂദ്രസ്ത്രീയിൽ ജനിച്ച ഒരു മകൾ ഉണ്ടായിരുന്നു. സ്വഭാവ മഹിമയും സൗന്ദര്യവും ഒത്തിണങ്ങിയവളായിരുന്നു അവൾ. ഭീഷ്മകൻ ദേവകൻ്റെ അടുത്തു ചെന്ന് വിതുരനു വേണ്ടി മകളെ ചോദിച്ചു. ഭീഷ്മൻ അവളെ ഹസ്തിനാപുരിയിൽ കൊണ്ടുവന്ന് വിതുരനെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഇത്രയും കഥയാണ് വൈശമ്പായനൻ ജനമേജയ രാജാവിനോട് പറഞ്ഞത്. വൈശമ്പായനൻ വീണ്ടും പറഞ്ഞു,
ധൃതരാഷ്ട്രന് ഗാന്ധാരിയിൽ 100 പുത്രന്മാരുണ്ടായി. വൈശ്യസ്ത്രീയിൽ 1 പുത്രനും പിറന്നു. കുന്തി, മാദ്രി എന്നിവർക്ക് 5 പുത്രന്മാരും ഉണ്ടായി. അപ്പോൾ ജനമേജയൻ ചോദിച്ചു, ഗാന്ധാരിയിൽ 100 പുത്രന്മാർ എങ്ങനെയുണ്ടായി? എത്ര കാലം കൊണ്ട്? അവരുടെ ആയുസ് ഏത് കണക്കിനാണ്? ധൃതരാഷ്ട്രന് വൈശ്യസ്ത്രീയിൽ പുത്രനുണ്ടായത് എങ്ങനെയാണ്? ധർമ്മചാരിണിയായ ഗാന്ധാരി അനുകൂലമായി നിൽക്കുമ്പോൾ ധൃതരാഷ്ട്രൻ അവളെ ചതിക്കുവാൻ എന്താണ് കാരണം? ശാപമേറ്റ പാണ്ഡുവിന് എങ്ങനെ പുത്രന്മാരുണ്ടായി? ഇതൊക്കെ ഭവാൻ വിസ്തരിച്ചു തന്നെ പറയണം. വൈശമ്പായന മുനി ആ കഥ പറഞ്ഞു തുടങ്ങി.